നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ അവതാളത്തിലായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നൂറോളം കുടുംബങ്ങൾ. മാലിന്യം സുരക്ഷിതമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സംവിധാനമില്ലാത്തതിനാൽ ഏറെ ദുരിതത്തിലാണ് പ്രദേശവാസികൾ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025-26. ഏലപ്പാറ മാർക്കറ്റ് ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളാണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മാലിന്യം സുരക്ഷിതമായി സംസ്കരിക്കാൻ സംവിധാനമില്ലാത്തത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മുൻപ് പഞ്ചായത്തിൽ നിന്നും മാലിന്യം ശേഖരിച്ചിരുന്നു. എങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇത് നിലച്ചിരിക്കുകയാണ്. ഇതോടെ വീട്ടുമാലിന്യങ്ങളടക്കം പുറന്തള്ളാൻ മറ്റു മാർഗങ്ങളില്ലാതെ ആയിരിക്കുകയാണ്. വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് മുമ്പാകെ പ്രദേശവാസികൾ നിവേദനം നൽകിയിട്ടുണ്ട്. നമ്മുടെ ഏലപ്പാറ പഞ്ചായത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടാതിരിക്കാനായിട്ട്. നല്ല കാര്യമാണ്. ഒരിക്കലും പൊതുസ്ഥലങ്ങളിൽ വേസ്റ്റ് ഇടുന്നത് നമ്മൾ അനുകൂലിക്കുന്നതല്ല, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഏലപ്പാറ മാർക്കറ്റ് ആ ഏരിയ സംബന്ധിച്ചോളം എല്ലാവരുടെയും വീട് 1 സെൻറ്റ് 1/2 സെൻറ്റ് ആ ഏരിയയിലാണ് ഇരിക്കുന്നത്. അവർക്ക് വേസ്റ്റ് കളയാൻ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗവും തന്നെ ഇല്ല. പഞ്ചായത്തിൽ നിന്ന് വേസ്റ്റ് എടുക്കാനായിട്ട് വരുന്നുമില്ല. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് വേസ്റ്റ് എടുക്കാൻ വന്നു കഴിഞ്ഞിട്ട് ഈ ക്യാമറയൊക്കെ സ്ഥാപിച്ചാൽ നല്ല കാര്യമാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ള 100 കുടുംബങ്ങളുണ്ട്. 100 കുടുംബങ്ങൾക്കും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ പഞ്ചായത്തിന് സെക്രട്ടറിക്ക് നമ്മളൊരു അപേക്ഷ വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ വേസ്റ്റ് എടുക്കാനുള്ള സംവിധാനം ചെയ്തു തരണം. പരിമിതമായ സ്ഥല സൗകര്യത്തിലാണ് ഈ ഭാഗത്തെ കുടുംബങ്ങൾ കഴിയുന്നത്. വീട്ടിൽ നിന്നുമുള്ള ജൈവ മാലിന്യങ്ങൾ ഇവർക്ക് സുരക്ഷിതമായി സംസ്കരിക്കണമെങ്കിൽ സ്ഥല സൗകര്യം വേണം. എന്നാൽ അത് ഇല്ലതാനും. നിലവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ ക്യാമറകളടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ വീടുകളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കുമെന്ന ചോദ്യം ഇവർ മുന്നോട്ട് വയ്ക്കുന്നു. പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ ഒരു അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, ഏലപ്പാറ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Inspired by the vision of Saint Kuriakos Elias Chavara, Carmel CMI Public School, Puliyanmala shines with 21 years of delivering educational excellence in the high ranges of Idukki. Here, your child will thrive with a harmonious blend of academic excellence with vibrant extracurricular activities, fostering growth, confidence, and social responsibility. Secure your child's bright future with CMI Education Legacy. Admissions are now open for the academic year 2025-26.